ഇനിയിപ്പോ രാത്രി തന്നെ പോയോ? രോഹിത്തെ, അവരിവിടെ കാണുന്നില്ലല്ലോ. ഇവളുടെ വഴക്ക് ഭയന്ന് അവർ രായ്ക്ക് രാമാനം പോയി. നീ ഈ പാപമൊക്കെ എവിടെ കൊണ്ടുവയ്ക്കൂടി? എന്തൊക്കെ ചീത്തയാ പാവങ്ങളെ പറഞ്ഞത്. ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടല്ലേ അവരിങ്ങനെ വന്ന് ഇതുപോലൊരു അവസ്ഥ നിൽക്കേണ്ടി വന്നത്. ആ സുഖമില്ലാത്ത ആളെ കൊണ്ട് അവരെങ്ങോട്ട് പോയി കാണുമെന്തോ. അവരെവിടെ പോയാ എനിക്കെന്താ? എന്തായാലും ഇവിടുന്ന് പോയല്ലോ, എനിക്കത് മതി. ഇടി നീ നന്നാവില്ലടി. ഇനിയിപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തല്ലുപിടിക്കണ്ട. ശാന്തേ, പുറത്തെവിടെയെങ്കിലും അവരുണ്ടോന്ന് നോക്കിയേ. അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും രോഹിത് പാഴാക്കത്തില്ലല്ലോ. ശ്യാമേ, ചില കാര്യങ്ങളിൽ നീ നിന്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അതിപ്പോ അന്യരോട് തന്നെ ആവണമെന്നില്ല. സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും നീ ഈ കാണിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. ഞാൻ പിന്നെ ഒന്നും എതിർത്ത് പറയാതെ നിന്റെ ഒപ്പം നിൽക്കുന്നതേ വെറുതെ വീട്ടിലൊരു വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാ. അതെനിക്ക് മനസ്സിലായി. ഈ മാറ്റമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ. ഞാൻ പ്രസവിക്കാത്തവളാണല്ലോ. രോഹിത്തെ, പുറത്തൊന്നും അവരെ കാണാനില്ല, അവര് പോയി. കേട്ടില്ലേ അച്ഛാ ഇവള് പറഞ്ഞു കയറി പോകുന്നത്? ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. നീ അത് വിട് രോഹിത്തെ, ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, താൻ ജീവിതത്തിൽ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിനക്ക്. അതിനുള്ള മരുന്നേ അത് മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേ ഉണ്ടാവത്തുള്ളൂ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനാവശ്യ ചിന്തകൾ കൂട്ടിവെച്ച് നീ ചെന്നെത്തുന്നത് അങ്ങനെ ഒരു ഡോക്ടറുടെ മുന്നിൽ തന്നെയായിരിക്കും. അതിന്റെ ലക്ഷണങ്ങളാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നേ. വല്ലവരും പറയാതെ വല്ലയിടത്തേക്കും പോയതിനെ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതല്ല അതിന്റെ ലക്ഷണങ്ങളാണെന്നേ പറഞ്ഞുള്ളൂ. എടി, അവര് പോയാലും എനിക്ക് വിഷമമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവരെന്റെ ആരാ. പക്ഷെ നീ പലപ്പോഴും പലർക്ക് മുന്നിലും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യത്വം. അത് നിന്റെ 7 അയലത്തൂടി പോയിട്ടില്ല. ശ്യാമേ, നീയായിട്ട് ഇവിടെ ആർക്കും ഒരു സഹായവും ചെയ്യില്ല. ചെയ്യുന്നവരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാതിരിക്കരുത്. നീ നിന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹം അത്. പറഞ്ഞില്ലെന്ന് വേണ്ട. മഹേട്ട, ചന്ദ്രൻ മുറിയെ കാണാനില്ലെന്നോ? എടി, അവളെ സൂക്ഷിക്കണമെന്നും മുറി താക്കോലിട്ട് പൂട്ടണമെന്നും പറഞ്ഞപ്പോ നീ അല്ലടി പറഞ്ഞത് അവൾ ഒരിടത്തേക്കും പോവില്ല, മുറിയുടെ പുറത്തോട്ട് ഇറങ്ങിയാൽ നീ അറിയുമെന്ന്. എന്നിട്ട് അവൾ എവിടെ? പറയടി. നിന്റെ മോള് നിന്റെ സംരക്ഷണയിൽ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന അഹങ്കരിച്ചാണല്ലോ നീ പറഞ്ഞത്. അപ്പൊ പിന്നെ അവളെ എവിടെ പോയെന്ന് പറയാനുള്ള ബാധ്യതയും നിനക്കുണ്ട്. നീനും മിണ്ടരുത്. കേട്ടില്ലേ? റിങ്ങുണ്ട്, പക്ഷെ എടുക്കില്ല. വല്ലവന്റെയും കൂടെ പോയിരിക്കുന്നവളൊക്കെ ഞാൻ വിളിച്ച ഫോൺ എടുക്കൂ. ഹലോ ചന്ദ്രേ, നീ ഇതെവിടെയാ? ഞാൻ ഏട്ടന്റെ അടുത്തുണ്ട്. ഇന്നലെ രാത്രി ഏട്ടന് നെഞ്ചുവേദന വന്നു. മരിച്ചു എന്ന അവസ്ഥയിലെത്തിയ ഏട്ടനെ തക്ക സമയത്ത് ഇഞ്ചക്ഷൻ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പ്രകാശ. ആ അവസ്ഥ ഇനിയും വരാന്നാ പറയുന്നത്. സൂക്ഷിക്കണമെന്നും പറയുന്നു. അച്ഛൻ അറിഞ്ഞാ വിടില്ലെന്നറിയാം. അതാ ഞാൻ രാത്രി തന്നെ ആരും അറിയാതെ പോന്നത്. എന്നിട്ട് ഇപ്പൊ അവൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്, ഉറങ്ങാ. എങ്ങ് തന്നെ മോളെ, പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, മോളെ കുഴപ്പമൊന്നുമില്ല. മഹേട്ടാ, അവന്റെ ഹാർട്ടിന്റെ പ്രോബ്ലം ക്ലിയർ ആക്കിന്നല്ലേ എന്നോട് പറഞ്ഞത്? മഹേട്ടാ, എന്താ? അല്ല,
അന്ന് അവന്റെ ഹൃദയവാൽവിന് എന്തോ തകരാറുണ്ടായെന്നും അത് ചികിത്സിച്ച് ഭേദമാക്കിയെന്നും അല്ലേ മഹേട്ടൻ എന്നോട് പറഞ്ഞത്? അതെ. പിന്നെ എന്താ നമ്മുടെ മോൻ ഇങ്ങനെ വന്നത്? അത് നീ ഫോണിൽ നിന്ന് ഈശ്വര, എന്താണ് ഡോക്ടറെ എന്റെ മകന് സംഭവിച്ചത്? എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിന്ന് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വാക്കിലുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ ഡോക്ടറെ പിന്നീട് വന്ന് കാണാത്തത്. പക്ഷെ അവൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ അങ്ങ് തകർന്നുപോയി. എനിക്ക് ഇതിനൊരു മറുപടി ഡോക്ടറുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. മഹേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റുള്ളവർ എത്ര കെയർ ചെയ്താലും നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മുടെ കുറവുകൾ അറിഞ്ഞ് സ്വയം കെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം അത് മറ്റാര് ചെയ്താലും കിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കുട്ടിയോട് കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിന്റെ തിരിയുടെ അടുത്തേക്ക് കൈ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാലും അവൻ അറിയാതെ കൈ കൊണ്ടുപോകും. പക്ഷെ ഒരിക്കലെങ്കിലും അവന്റെ കൈയൊന്ന് പൊള്ളിയാൽ പിന്നെ അവൻ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയുടെ അടുത്തേക്ക് കൈ കൊണ്ടുപോകില്ല. ശിവൻ അറിയില്ല തന്റെ ഉള്ളിൽ മറ്റൊരാളുടെ ഹൃദയമാണ് ഇരിക്കുന്നതെന്നും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്റെ ഭാഗത്ത് നിന്ന് തന്റെ ശരീരത്തോട് മിനിമം ചില മര്യാദകൾ കാണിക്കണമെന്നും. പക്ഷെ ഇവിടെ അത് ശിവൻ കാണിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇങ്ങനൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന കാര്യം അയാൾക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ രോഗാവസ്ഥയിൽ ശിവൻ അത് അറിയണം. എന്നാലേ അയാൾക്ക് അയാളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. അത് ഡോക്ടറെ, അത് പറഞ്ഞ അവൻ ഏത് രീതിയിലാ പ്രതികരിക്കുക എന്ന് പറയാനാവില്ല.